ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീണ്ടും നമ്മൾ എന്താ പറയുക, ക്രിസ്മസ് സീരീസ് എല്ലാം കഴിഞ്ഞു. ഇനി ന്യൂ ഇയറിലേക്ക് അടുക്കുന്നു. പക്ഷേ ന്യൂ ഇയറിൻ്റെ എപ്പിസോഡല്ല ഇത്, അതിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നു. വീണ്ടും ടെറസ് കിച്ചണിൽ ഇപ്പോൾ കുറച്ച് കംഫർട്ടബിളായിട്ട് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുക. പിന്നെ ഈ ക്രിസ്മസ് സീസൺ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ചെറീസ്, നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കി വരില്ലേ, എന്തായാലും വരും. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് മറ്റൊരു വിഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ബ്രെഡാണ്. അതിൻ്റെ ഫുൾ ഞാൻ എടുത്ത് തീർക്കുന്നില്ല കേട്ടോ, എങ്കിലും ഞാൻ കുറേ സാധനങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ. ഇനി ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി കുറച്ച് വിസ്കിയോ റമ്മോ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം കൂടി ആക്കിയിട്ട് ഓക്കെ ഒരു കുപ്പിയിലാക്കി വെക്കുക. അത് അടുത്ത വർഷത്തെ ക്രിസ്മസിന് അപ്പോൾ റെഡി ആയിട്ടിരിക്കുമല്ലോ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ്ചർ സോക്ഡ് ആയിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡാണ്. ബ്രെഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ എൽഎൻ വ്ളോഗ്സിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് ടൈപ്പ് ബ്രെഡ് എന്ന് വെച്ചാൽ സാധാരണ ഒരു ബ്രെഡല്ല, അത് ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് ബ്രെഡ്. ഇത് അതല്ല, ഇതൊരു ഫ്രൂട്ട് ബ്രെഡാണ്. ഫ്രൂട്ട് ബ്രെഡ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട് ബ്രെഡ് എന്നോ സ്വീറ്റ് ബ്രെഡ് എന്ന് പറയാം. ഓക്കെ, നോട്ട് ഫ്രൂട്ട് ബ്രെഡ്, സ്വീറ്റ് ബ്രെഡ് എന്ന് പറയാം. സ്വീറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനകത്ത് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയ മധുരമുള്ള ബ്രെഡാണ്. അതിനകത്ത് ടൂട്ടി ഫ്രൂട്ടിയും ചിലപ്പോൾ നട്ട്സ്, കിസ്മിസൊക്കെ ഉണ്ടാവാം അല്ലേ, ചെറീസൊക്കെ കാണും. അപ്പോൾ അത്തരം ഒരു സ്വീറ്റ് ബ്രെഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ബ്രെഡിനെന്ന് പറഞ്ഞാൽ ഇവിടെ 2-3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു എണ്ണം വളരെ ചെറുതാണ്, വീതി കുറവാണ്, പക്ഷേ നീളമുണ്ട്. ഇത് കുറച്ച് വീതിയുള്ള ടൈപ്പാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഒരു ബൗളിലേക്ക്, ഇത് ഈസി മെത്തേഡാണ്, ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ചെറു ചൂടുള്ള പാൽ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ലൂക്ക് വാം, ഒരുപാട് ചൂട് പാടില്ല, ചെറിയ ചൂട്. കറക്റ്റ് 1 കപ്പ്. കാര്യം നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുന്നുണ്ട്. ഓവർ ചൂടായി കഴിഞ്ഞാൽ ഈസ്റ്റ് നശിച്ചു പോവും, അതിൻ്റെ ആ ഒരു പ്രവർത്തനം കിട്ടില്ല. അതേസമയം തീരെ തണുത്ത പാലാണെങ്കിലും ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടാൻ പാടാണ്. ഇതാകുമ്പോൾ ചെറു ചൂട് പാലാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതൊരു ലൈറ്റ് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറു ചൂടുള്ള പാലിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ്. ഓക്കെ, അതും അതിൻ്റെ കൂടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര അളന്നിട്ടുണ്ട്, അതും. പിന്നെ ഒരു മുട്ടയുടെ പകുതി, ഇത് ഒരു ഹോൾ എഗ്ഗാണ്, ഇതിൻ്റെ പകുതി ചേർത്തു. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ, റിഫൈൻഡ് ഓയിൽ. ഇത് ഒലിവ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 1, പിന്നെ ഒരു 1/2. ഓക്കെ, 1.5 ടേബിൾ സ്പൂൺ. ഇനി ഒരു അല്പം തേനും കൂടി ചേർക്കും. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ ഹണിയുണ്ട്. ഓക്കെ, അതുമായി ഇത്രയും കാര്യമായല്ലോ. ഇനി ഒന്നുകിൽ ഹാൻഡ് ബ്ലെൻഡർ, അല്ലെങ്കിൽ ഒരു വിസ്ക്, അല്ലെങ്കിൽ ഒരു തടിത്തവി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ച് പതപ്പിക്കാം. ഒരുപാടങ്ങ് പതയൊന്നുമില്ല, എങ്കിലൊരു നല്ലൊരു മിക്സിങ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഹാൻഡ് വിസ്ക് ആയാലും മതി, ഒരു തടിത്തവിയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഇതിപ്പോൾ 2 തരം മാവ് ചേർക്കുന്നുണ്ട്. അതായത് മൈദ മാവും ഉണ്ട്, ഗോതമ്പ് മാവും ഉണ്ട്. ആട്ട ഞാനൊരു 1 കപ്പും മൈദ മാവ് 1.5 കപ്പുമാണ് എടുത്ത് വെച്ചത്. അപ്പോൾ ടോട്ടൽ 2.5 കപ്പ്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ചെറീസ്, ഒരു അല്പം നട്ട്സ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 1/2 കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ഗോതമ്പ് മാവും ആദ്യം ചേർക്കുന്നു. എല്ലാം കൂടെ മിക്സായിരിക്കുന്നതിലേക്ക് മാവും ടൂട്ടി ഫ്രൂട്ടിയുടെ ചെറിയുടെയും കൂടി കുറച്ച് നട്ട്സും ഉണ്ട് മിക്സ്. ഇനി ഒരു ചെറിയൊരു ബീറ്റിംഗ്. ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് യോജിക്കാൻ വേണ്ടി മാത്രം. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി തടിത്തവി, ജസ്റ്റ് ഒരു മിക്സിങ്. ഇനിയുള്ള മിക്സിങ് കൈകൊണ്ടാണ്. മൈദ മാവ് 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി മൈദ മാവ് 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ടാണ്, അപ്പോൾ ഞാൻ കയ്യിലെ മോതിരമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു മിക്സിങ് വേണം. ഇങ്ങനെ നമ്മൾ കുഴച്ചെടുത്തു. ഓക്കെ, ഇനി ഇത് പ്രൂവ് ചെയ്യാനൊന്നും പ്രത്യേകിച്ച് വയ്ക്കുന്നില്ല. അല്ലാണ്ട് ബ്രെഡിൻ്റെ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് വെണ്ണയോ എണ്ണയോ തടവിയാൽ മതി. ഞാനിപ്പോൾ കുറച്ച് വെണ്ണ തടവിയിട്ടുണ്ട്. ഒരു ചെറിയൊരു പേപ്പർ ഇട്ടിട്ടുണ്ട്, ബട്ടർ പേപ്പർ നിർബന്ധമില്ല, വെറുതെ ഒരു സേഫ്റ്റി കിട്ടുമെന്നേ ഉള്ളൂ. ഇതിനകത്തേക്ക് ഉണ്ടാക്കി കുഴച്ചെടുത്ത മാവ് അകത്തേക്ക് വയ്ക്കുന്നു. ഇത് ആട്ടയും കൂടി ചേർന്ന് വന്നുകൊണ്ടാണ് ഈ ഒരു കളറ് ഡിഫറൻസ് ഇല്ലേ, പ്യുവർ വൈറ്റ് അല്ല. ഇതിന് അകത്തേക്ക് സ്പ്രെഡ് ആയിക്കോളും.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഓവനിലേക്ക് കയറ്റാൻ പോവാണ്. സാധാരണ ഇത് പ്രൂവ് ചെയ്തിട്ട്, അതായത് ഒന്ന് പൊങ്ങാൻ വെച്ചിട്ട് അങ്ങനെയൊക്കെയല്ല നമ്മൾ സാധാരണ ബ്രെഡ് ഉണ്ടാക്കണം. ഇതിപ്പോൾ ആ ഒരു ഫോർമാലിറ്റി ഒന്നുമില്ല. നേരെ ഓവനിലേക്ക് കയറുന്നു. ആ ഇലക്ട്രിക് ഓവൻ എന്ന് പറഞ്ഞാൽ ചൂടാക്കേണ്ട ആവശ്യമില്ല, പ്രീ ഹീറ്റ് ചെയ്യേണ്ട. ഇതിപ്പോൾ സാധാരണ ഓൺ ആക്കാത്തൊരു ഓവനിലേക്ക് വെച്ചിട്ട് 180 നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ചൂടാക്കുക. അത് ഇതിനകത്തിരുന്ന് തന്നെ ബേക്കാവുന്നു. ഓക്കെ, ഒരു ചൂടുമില്ലാത്ത ഓവനിലേക്കാണ് ഇപ്പോൾ വയ്ക്കുന്നത്. എന്നിട്ട് അടയ്ക്കുന്നു. മുകളിലും താഴെയും കോയിലിടുന്നു. 180 മാറ്റുന്നു. അത്യാവശ്യം നല്ല ചൂടിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ 90 ഉള്ളൂ. ഇതിൽ നോക്കാം നമുക്ക്. അത്യാവശ്യം നല്ല ചൂടിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ പ്രീ ഹീറ്റഡ് അല്ല. ആലോചിച്ച് നോക്കിയേ, ഇതൊരു വ്യത്യസ്തമായ ബ്രെഡ് മേക്കിംഗ് ആയിട്ട് തോന്നുന്നു അല്ലേ? എനിവേ, നമുക്ക് നോക്കാം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഓരോ ഓവനും ഓരോ ടെമ്പറേച്ചറാണ്. എൻ്റെ താഴത്തെ ഓവനിലാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 50 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞാൻ ഓഫ് ചെയ്തു, എന്നിട്ട് നോക്കിയിട്ട് എടുത്തിട്ട് വരാം. ഓക്കെ, സെറ്റായിരിക്കുവാണ്. ഭയങ്കര ചൂടാണ്. എടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം. അതും ബേക്കായിട്ടുണ്ട്. അതെ, ഡിമോൾഡ് ചെയ്യട്ടെ. ഈസി ആയിട്ട് ഊരാൻ പറ്റും, ഇളകി വരും. ഇത് ഇത്രയുമേ ഉള്ളൂ, ചെറിയ ഷേപ്പാണ്. പക്ഷേ ഇങ്ങനെ പൊങ്ങിയിട്ട് മുകളിലേക്ക് സാധാരണ ഒരു ബ്രെഡ് പോലെ ഒരു ബ്രെഡ് നൈഫും കൊണ്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ സാധാരണ രീതിയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുറച്ച് ബട്ടർ ഒന്ന് തടവണം. ചെറിയൊരു ചൂടുണ്ടാകുമല്ലോ, ബട്ടർ ഇങ്ങനെ. അപ്പോൾ ഒരു നല്ല ഗ്ലേസിങ് കിട്ടും. കാണുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ സ്വീറ്റ് ബ്രെഡ് ടൂട്ടി ഫ്രൂട്ടി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് തണുത്തിട്ടില്ല, എങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വെരി സോഫ്റ്റ് ഇൻസൈഡ്. ഇവിടെ നല്ലൊരു ക്രസ്റ്റ് ഉണ്ട്. ടോപ്പിൽ നോർമലായിട്ടൊരു ബ്രെഡ്, സ്വീറ്റായിട്ടുള്ള ബ്രെഡ്. ഇനി ആ ബ്രെഡ് നോക്കിയേ, ടെക്സ്ചർ സോഫ്റ്റ്, നല്ല ഭംഗിയില്ലേ? സോഫ്റ്റാണ്. കഴിച്ച് കാണിക്കാം. ചൂട് ബ്രെഡ്. മധുരമൊക്കെ ഉണ്ട്. ബട്ടർ തേച്ച് കഴിക്കാം, വെറുതെയും കഴിക്കാം. നല്ല സ്വീറ്റ്നെസ് ഉണ്ട് കേട്ടോ. ഈ ഇടയ്ക്കിടയ്ക്ക് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയെല്ലാം വരുന്നുണ്ട്. നമ്മളിത് ആട്ടയും കൂടി ചേർത്തുണ്ടാക്കിയതുകൊണ്ട് ഒരു ആട്ടയുടെ ടേസ്റ്റും കൂടി. മൈദ അല്ലല്ലോ പ്യുവർ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്യുവർ മൈദയിലും ചെയ്യാം, ആട്ട ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു പല ഓവനിൽ പല ഇതാണ്. നന്നായിട്ട് ബേക്കായി കിട്ടണം, ഉള്ളൊക്കെ വേകണം, പുറത്ത് ക്രസ്റ്റ് ഫോം ചെയ്യണം, ഒക്കെ വേണം. 1 മണിക്കൂർ വരെ മാക്സിമം 1 മണിക്കൂറും 10 മിനിറ്റ് വരെയും കൊണ്ടുപോകാം, പ്രശ്നമൊന്നുമില്ല. 180 എനിക്കൊരു 50 മിനിറ്റ് 50-55 മിനിറ്റിനകത്തായി. ഓക്കെ, പ്രീ ഹീറ്റഡ് ആവരുത്, നിർബന്ധമാണ്. പിന്നെ നമ്മളിത് ഈസ്റ്റ് ഇട്ടിട്ട് പൊങ്ങാനൊന്നും വെച്ചില്ലല്ലോ, ഡയറക്റ്റ് കേട്ടായിരുന്നു. അപ്പം ആ ഓവൻ ചൂടാകുന്നതിനനുസരിച്ച് തന്നെ ഇത് കയറി വന്നിട്ട് സ്വന്തമായിട്ട് പൊങ്ങി സെറ്റാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രെഡായി മാറിക്കഴിഞ്ഞു ഈ സ്വീറ്റ് ബ്രെഡ്. പക്ഷേ ടെക്നിക്കാലിറ്റീസും ഇല്ല, പെർഫെക്റ്റായിട്ട് കിട്ടും. സുഖം, ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ സെയിം ബ്രെഡിൻ്റെ ഡോ ഇങ്ങനത്തെ ഷേപ്പിൽ, കുറച്ചുകൂടെ പരന്ന ഒരു ഷേപ്പിൽ ഈ അളവിൽ ഞാൻ ചെയ്ത് നോക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു മോൾഡിലാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അതെ, ഇങ്ങനത്തെ ഷേപ്പിൽ ഒരു ബ്രെഡാണ് കിട്ടിയത്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, ഫ്രണ്ട് പോർഷൻ. കുറച്ച് ബട്ടർ ഇങ്ങനെ തടവി കൊടുക്കാം. കുറച്ച് ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ട് ചൂടോടുകൂടിയാണ് ഇങ്ങനെ ബട്ടർ തടവേണ്ടത്, നമ്മളിങ്ങനെ മുറിക്കേണ്ടതൊക്കെ. അപ്പോൾ നല്ല ടോപ്പ് നല്ല ക്രസ്റ്റി. ഓക്കെ, അപ്പോൾ നല്ല വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു
സംഭവമാണ് ഈ സ്വീറ്റ് ബ്രെഡ്. ഹോട്ട് ടീ, ഹൈ ടീക്കൊക്കെ വയ്ക്കാൻ പറ്റിയ കാര്യമല്ലേ. ഇങ്ങനെയും ചെയ്യാം. ഈ രീതിയിൽ ഇങ്ങനത്തെ പീസസ് ആയിട്ട് കിട്ടും. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇറ്റ്സ് വെരി വെരി യമ്മി, ടേസ്റ്റി, ഈസി അല്ലേ. പ്രൂവ് ചെയ്യട്ടെ, വേറൊന്നും ചെയ്യേണ്ട, ഒരു റിസ്ക് ഇല്ല. ഈസ്റ്റ് ചേർത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും അറിയുന്നേ ഇല്ല, സ്വന്തമായിട്ട് തന്നെ റെഡിയായി വരികയാണ്. അതൊക്കെ എന്ത് എളുപ്പമല്ലേ. അങ്ങനെ ഈസി ഒരു ബ്രെഡ് മേക്കിംഗ് ആണ് നിങ്ങൾ കണ്ടത്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്വീറ്റ് ബ്രെഡ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് ഇഷ്ടമാവും. പിന്നെന്താ പറയുക, നമ്മുടെ ബാക്കിൽ ക്രിസ്മസ് ട്രീ പോയിട്ടില്ല. ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ന്യൂ ഇയർ വരെ നമുക്ക് ക്രിസ്മസ് ട്രീ വയ്ക്കാം. ന്യൂ ഇയറിന് മുന്നേ 1-ാം തീയതി കഴിഞ്ഞാൽ വയ്ക്കാൻ പാടില്ല എന്നാണ്. ഈവിൾ സാന്റ വരും എന്നാണ് പറയുന്നത്, ഓരോ വിശ്വാസം. എന്തായാലും 1-ാം തീയതി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ പാവം ക്രിസ്മസ് ട്രീയും അതിൻ്റെ അലങ്കാരങ്ങളെയൊക്കെ മാറ്റി ബോക്സിലാക്കി വെക്കും അടുത്ത ക്രിസ്മസിന് വേണ്ടിയിട്ട്. അതുവരെ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. താഴത്തെ മുറിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അനുക്കുട്ടിയുടെ ഒരു ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻ ഉണ്ട്. അതും അതുപോലെ തന്നെ 1-ാം തീയതി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മാറ്റും. അത് നമ്മുടെ സരസ്വതി മോൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ വീട് നിറച്ച് ക്രിസ്മസ് ട്രീ ആയിരുന്നു ഇപ്രാവശ്യം. അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇയർ എൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ ഒരു പുഡിംഗ് ആയിരിക്കും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ദാറ്റ് ഈസ് ഈ വർഷം നല്ല മധുരതരമായി തന്നെ അവസാനിക്കാൻ വേണ്ടിയിട്ടൊരു മധുരം തന്നെ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ ന്യൂ ഇയറും നല്ല മധുരത്തോടു കൂടി ആരംഭിക്കണ്ടേ. അപ്പോൾ ഈ ഒരു മധുരത്തോടു കൂടി നമുക്ക് എൻഡ് ചെയ്യാം. നല്ലൊരു 2023 നന്നായി അവസാനിക്കട്ടെ. അപ്പോൾ ഇത് ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ അല്ല, 1 more വീഡിയോ ടു കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കമൻറ്റ് ബോക്സിലേക്ക് വരാൻ മറക്കണ്ട. നിങ്ങളുടെ കമൻറ്റ്സിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ലവ് യു ഓൾ.